Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് കേര. എൻ്റെ പേര് കേര എന്നാണ്. ഐ ആം 36 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 36 വയസ്സുണ്ട്. ഐ വാസ് ബോൺ ഇൻ എ പുവർ ഫാമിലി. ഞാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. ലൈഫ് വാസ് വെരി ഹാർഡ്. ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. മൈ ഫാദർ ഡൈഡ് വെൻ ഐ വാസ് ഓൺലി 10 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് വെറും 10 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. മൈ മദർ വർക്ക്ഡ് ഹാർഡ് ആൻഡ് വാസ് ഓൾവേസ് ടയേർഡ്. എൻ്റെ അമ്മ വളരെ കഠിനമായി ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് അമ്മ എപ്പോഴും ക്ഷീണിതയായിരുന്നു. ബട്ട് ഷീ നെവർ ഗെയ്വ് അപ്പ്. പക്ഷെ അമ്മ കീഴടങ്ങിയില്ല. അമ്മയുടെ പരിശ്രമം അമ്മ ഉപേക്ഷിച്ചില്ല. വി ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ് വിത്ത് 1 റൂം. ഒരു മുറിയുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. വെൻ ഐ ടേൺഡ് 13, എനിക്ക് 13 വയസ്സ് ആയ സമയത്ത് ഐ ബിഗാൻ വർക്കിംഗ്. ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ഐ ക്ലീൻഡ് ഹൗസസ്. ഞാൻ വീടുകൾ വൃത്തിയാക്കിയിരുന്നു. ആൻഡ് വാഷ്ഡ് ഡിഷസ്. പാത്രങ്ങൾ കഴുകുകയും ചെയ്തിരുന്നു. ഐ ഗിവ് ദ മണി ടു മൈ മദർ. ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ പണം ഞാൻ എൻ്റെ അമ്മയ്ക്ക് നൽകിയിരുന്നു. ഗെയ്വ് എന്നാൽ നൽകിയിരുന്നു. ഷീ ഓൾവേസ് സ്മൈൽഡ് അറ്റ് മീ. അമ്മ എപ്പോഴും എന്നെ നോക്കി പുഞ്ചിരിച്ചിരുന്നു. ആൻഡ് സെഡ് ഐ വാസ് ഹെർ സ്ട്രോങ് ഗേൾ. ഞാൻ അവളുടെ ശക്തയായ മകളാണെന്ന് അമ്മ പറയുകയും ചെയ്തിരുന്നു. അമ്മ എന്നെ നോക്കി എപ്പോഴും പുഞ്ചിരിക്കുകയും ചെയ്തിരുന്നു. ഐ ഡിഡിൻറ്റ് ഫീൽ സ്ട്രോങ്. ഞാൻ കരുത്തുള്ളവളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഐ ഫെൽ ടയേർഡ്. എനിക്ക് ക്ഷീണം തോന്നിയിരുന്നു. പക്ഷേ ഐ സ്മൈൽഡ് ഫോർ ഹർ. പക്ഷെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി പുഞ്ചിരിച്ചു. വൺ ഡേ, ഒരു ദിവസം, മൈ മോം ഗോട്ട് സിക്ക്. എൻ്റെ അമ്മയ്ക്ക് രോഗം ബാധിച്ചു. ഷീ കുഡിൻറ്റ് വോക്ക്. അവൾക്ക് നടക്കാൻ സാധിക്കുമായിരുന്നില്ല. വി ഹാഡ് നോ മണി. ഞങ്ങളുടെ പക്കൽ പണമില്ലായിരുന്നു. ആൻഡ് നോ ഡോക്ടർ കെയിം. ഡോക്ടർ വന്നിരുന്നില്ല. ഐ സാറ്റ് ബിസൈഡ് ഹെർ. ഞാൻ അമ്മയുടെ അരികെ ഇരുന്നു. ഹെൽഡ് ഹെർ ഹാൻഡ് ആൻഡ് ക്രൈഡ്. അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു. ഷീ സ്മൈൽഡ് ആൻഡ് സെഡ്. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡോണ്ട് ബി സാഡ്. ദുഃഖിക്കരുത്, സങ്കടപ്പെട്ടിരിക്കരുത്. യു ആർ സ്ട്രോങ്. നീ ശക്തിയുള്ളവളാണ്, നീ കരുത്തുള്ളവളാണ്. ദാറ്റ് നൈറ്റ്, അന്ന് രാത്രി, ഷീ ഡൈഡ്. അമ്മ മരണപ്പെട്ടു. ഇൻ ഹെർ സ്ലീപ്പ്. അമ്മ ഉറക്കത്തിനിടയിൽ മരണപ്പെട്ടു. ഇൻ മൈ ആംസ്. എൻ്റെ കൈകളിൽ വച്ചാണ് അമ്മ മരണപ്പെട്ടത്. എൻ്റെ കൈകളിൽ കിടന്ന് അമ്മ ഉറങ്ങുന്നതിനിടയിൽ മരണപ്പെട്ടു. ഐ ഫെൽറ്റ് എംപ്റ്റി. എനിക്ക് ശൂന്യത അനുഭവപ്പെട്ടു. മൈ ഹാർട്ട് വാസ് ഹെവി. എൻ്റെ മനസ്സിൽ ദുഃഖം നിറഞ്ഞു. ഐ ഹാഡ് നോ വൺ ലെഫ്റ്റ്. നോ ഫാമിലി, നോ ഫ്രണ്ട്. എനിക്ക് ആരും ബാക്കിയില്ലായിരുന്നു. ബന്ധുക്കളായി ആരുമില്ലായിരുന്നു. സുഹൃത്തായിട്ടും ആരും തന്നെ ഇല്ലായിരുന്നു. ഐ ലെഫ്റ്റ് ദാറ്റ് ഹൗസ്. ഞാൻ ആ വീട് ഉപേക്ഷിച്ചു. ഐ പ്രോമിസ്ഡ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്കു നൽകി. ഐ വുഡ് നെവർ ഗീവ് അപ്പ്. ഞാൻ ഒരിക്കലും കീഴടങ്ങുകയില്ലെന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്കു നൽകി. ഐ ഫൗണ്ട് എ ജോബ്. ഞാൻ ഒരു ജോലി കണ്ടെത്തി. ആസ് എ സെക്യൂരിറ്റി ഗാർഡ് ഇൻ എ ബിഗ് ഹൗസ്. ഒരു വലിയ വീട്ടിൽ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ഞാൻ ഒരു ജോലി കണ്ടെത്തി. ദി ഓണേഴ്സ് വർ വെരി റിച്ച്. ആ വീടിൻ്റെ ഉടമസ്ഥർ വലിയ ധനികരായിരുന്നു. ദ വൈഫ്, ഭാര്യ, മിസ്സിസ് കോളിൻസ് വാസ് കൈൻഡ്. ആ വീട്ടിലെ വീട്ടമ്മ വലിയ ദയയുള്ളവളായിരുന്നു. കൈൻഡ് എന്നാൽ അനുകമ്പയുള്ള, ദയയുള്ള. ഷീ ഗേവ് മീ ടീ. അവൾ എനിക്ക് ചായ നൽകിയിരുന്നു. ആൻഡ് ആസ്ക്ഡ് അബൌട്ട് മൈ ഡേ. എൻ്റെ ദിവസത്തെപ്പറ്റി ചോദിക്കുമായിരുന്നു. എനിക്ക് ചായ നൽകാറുണ്ടായിരുന്നു. ദ ഹസ്ബൻഡ് വാസ് ബിസി ആൻഡ് ഡിഡിൻറ്റ് സ്പീക്ക് മച്ച്. ഭർത്താവ് വളരെ തിരക്കുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം കൂടുതൽ സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഹി വാസ് ഓൾവേസ് ഓൺ കോൾസ്. അദ്ദേഹം എപ്പോഴും കോളുകളിലായിരുന്നു. അദ്ദേഹം ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദേ ഹാഡ്. അവർക്ക് ഉണ്ടായിരുന്നു. എ 20-year-old സൺ. അവർക്കൊരു 20 വയസ്സുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഹൂ ലുക്ഡ് ആംഗ്രി. അവൻ്റെ മുഖത്ത് ദേഷ്യം പ്രകടമായിരുന്നു. ഹി നെവർ സെഡ് ഹലോ. അവൻ ഒരിക്കലും ഹലോ എന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഐ ഡിഡിൻറ്റ് മൈൻഡ്. ഞാൻ കാര്യമാക്കിയിരുന്നില്ല. ഐ ഹാഡ് എ ജോബ്. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു.
എ സ്മോൾ റൂം, ഒരു ചെറിയ റൂം ഉണ്ടായിരുന്നു. ആൻഡ് മണി, എനിക്ക് പണവും ലഭിച്ചിരുന്നു. വൺ ഡേ, ഒരു ദിവസം. എവറിത്തിങ് ചേഞ്ച്ഡ്, എല്ലാം മാറി മറിഞ്ഞു. ഐ ഓപ്പൺ ദ ഗേറ്റ് ആസ് യൂഷ്വൽ. ആസ് യൂഷ്വൽ എന്നാൽ പതിവ് പോലെ എന്നുള്ള അർത്ഥമാണ്. പതിവ് പോലെ ഞാൻ ഗേറ്റ് തുറന്നു. സഡൻലി, പെട്ടെന്ന്. പോലീസ് കാർസ് കെയിം, പോലീസ് കാറുകൾ വന്നു. വിത്ത് ലൗഡ് സൈറൻസ് ആൻഡ് മെൻ ഷൗട്ടിംഗ്. മെൻ എന്നാൽ പുരുഷന്മാർ. ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പുരുഷന്മാർ ഒച്ച വച്ച് കടന്നു വന്നു. ലൗഡ് സൈറൻ എന്നാൽ ഉച്ചത്തിലുള്ള സൈറൻ. കെയിം എന്നാൽ വന്നു. ദേ റാൻ ഇൻസൈഡ് ദ ഹൗസ്, അവർ വീടിനുള്ളിലേക്ക് ഓടി. ബ്രോക്ക് ദ ഡോർ, വാതിൽ തകർത്തു. ആൻഡ് പോയിൻറ്റഡ് ഗൺസ് അറ്റ് മീ, അവർ തോക്കുകൾ എൻ്റെ നേർക്ക് ചൂണ്ടി. പോയിൻറ്റഡ് എന്നാൽ ചൂണ്ടി, ഗൺസ് എന്നാൽ തോക്കുകൾ, അറ്റ് മീ എന്നാൽ എൻ്റെ നേർക്ക്. ഐ ഡിഡിൻറ്റ് മൂവ്, ഞാൻ അനങ്ങിയില്ല. ഐ റൈസ്ഡ് മൈ ഹാൻഡ്സ് ആൻഡ് സെഡ് നത്തിങ്, ഞാൻ എൻ്റെ കൈകൾ ഉയർത്തി, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഐ സെഡ് നത്തിങ് എന്നാൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. റൈസ്ഡ് എന്നാൽ ഉയർത്തി. ഐ വാസ് ഷോക്ക്ഡ്, ഞാൻ ഞെട്ടിത്തരിച്ചു. ദേ ഹാഡ് ഫൗണ്ട് ദ ഫാമിലി, അവർ ആ കുടുംബാംഗങ്ങളെ കണ്ടെത്തിയിരുന്നു. ഓൾ ഡെഡ് ഇൻസൈഡ് ദ ഹൗസ്, ആ കുടുംബത്തിലെ എല്ലാവരെയും അവർ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടു. ലായിങ് ഇൻ ബ്ലഡ്, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ. ഐ ഫെൽറ്റ് സിക്ക്, എനിക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഐ കുഡിൻറ്റ് ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാൻ സാധിച്ചില്ല. ദേ ടുക്ക് മൈ ആംസ്, പുട്ട് ഓൺ ഹാൻഡ് കഫ്സ്. ഹാൻഡ് കഫ് എന്നാൽ വിലങ്ങ് എന്നുള്ള അർത്ഥം. ഹാൻഡ് കഫ്സ്, വിലങ്ങുകൾ. അവർ എൻ്റെ കൈകളിൽ വിലങ്ങുകൾ അണിയിച്ചു. പുട്ട് ഓൺ എന്നാൽ അണിയിച്ചു എന്നുള്ള അർത്ഥമാണ്. ആൻഡ് പുൾഡ് മീ ഇൻ ടു എ കാർ, അവർ ഒരു കാറിനുള്ളിലേക്ക് എന്നെ വലിച്ചു. ദേ സെഡ്, അവർ പറഞ്ഞു. ഐ വാസ് ദി ഓൺലി വൺ ദർ, ഞാൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നോ ക്യാമറാസ് വർക്ക്ഡ്, ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നില്ല. ആൻഡ് ദർ വാസ് നോ അതർ വിറ്റ്നസ്, മറ്റുള്ള ദൃക്സാക്ഷികൾ ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു. ഐ ടോൾഡ് ദം, ഞാൻ അവരോട് പറഞ്ഞു. ഐ ഡിഡിൻറ്റ് ഡു ഇറ്റ്, ഞാൻ ഇത് ചെയ്തിട്ടില്ല, ഞാൻ ഈ കൊലപാതകം ചെയ്തിട്ടില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഐ ബെഗ്ഡ് ദം, ഞാൻ അവരോട് യാചിച്ചു. ഐ ക്രൈഡ്, ഞാൻ കരഞ്ഞു. ബട്ട് പക്ഷേ ദേ ഡിഡിൻറ്റ് കെയർ, അവർ ഗൗനിച്ചില്ല. ദേ ടുക്ക് മൈ ഫിംഗർ പ്രിൻറ്റ്സ്, എൻ്റെ വിരൽ അടയാളങ്ങൾ അവർ എടുത്തു. ആൻഡ് സെർച്ച്ഡ് മൈ റൂം, എൻ്റെ മുറിയിൽ അവർ തിരയുകയും ചെയ്തു. അവർ എൻ്റെ വിരലടയാളങ്ങൾ എടുക്കുകയും എൻ്റെ റൂം തിരയുകയും ചെയ്തു. ദേ ഫൗണ്ട് നത്തിങ്, അവർ ഒന്നും കണ്ടെത്തിയില്ല. ബട്ട് ദേ സെഡ്, പക്ഷേ അവർ പറഞ്ഞു. മൈ ഹാൻഡ്സ് ഹാഡ് ബ്ലഡ്, എൻ്റെ കൈകളിൽ രക്തമുണ്ടെന്ന് അവർ പറഞ്ഞു. പക്ഷേ അവർ ഒന്നും കണ്ടെത്തിയില്ല. ഐ ഹാഡ് നോ വെപ്പൻസ്, എൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഇല്ലായിരുന്നു. നോ റീസൺ, ഒരു കാരണവുമില്ല. നോ ഹെയ്റ്റ്, വിദ്വേഷമില്ല. ഐ ടോൾഡ് ദം, ഞാൻ അവരോട് പറഞ്ഞു. ഐ ലൈക്ക് മിസ്സിസ് കോളിൻസ്, ഷീ വാസ് കൈൻഡ്. മിസ്സിസ് കോളിൻസിനെ ഞാൻ സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. അവൾ അനുകമ്പയുള്ളവളായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു. ഒരു കാരണവുമില്ല, ഒരു വിദ്വേഷവുമില്ല. ബട്ട് പക്ഷേ നോ വൺ ബിലീവ്ഡ് മീ, ഒരാളും എന്നെ വിശ്വസിച്ചില്ല. ദേ ക്ലോസ്ഡ് ദ കേസ് ക്വിക്ക്ലി, അവർ ആ കേസ് പെട്ടെന്ന് പൂർത്തീകരിച്ചു. ഐ വാസ് അലോൺ, ഞാൻ തനിച്ചായിരുന്നു. ദേ ഗേവ് മീ എ ലോയർ ഫ്രം ദ സ്റ്റേറ്റ്, അവർ സ്റ്റേറ്റിൽ നിന്നും എനിക്കൊരു അഭിഭാഷകനെ നൽകി. ദേ ഗേവ് എന്നാൽ അവർ നൽകി, ലോയർ എന്നാൽ അഭിഭാഷകൻ. ഹി ഡിഡിൻറ്റ് കെയർ, അദ്ദേഹം ആ കേസ് കാര്യമായി എടുത്തില്ല. ഹി ബയർലി സ്പോക്ക് ഇൻ കോർട്ട്, അദ്ദേഹം കോടതിയിൽ വളരെ കുറച്ചേ സംസാരിച്ചുള്ളൂ. ദ ജഡ്ജ് ലുക്ക്ഡ് ടയേർഡ്, ന്യായാധിപന് ക്ഷീണിതനായി കാണപ്പെട്ടു. ദ ലോയർ ഡിഡിൻറ്റ് ഫൈറ്റ്, അഭിഭാഷകൻ ശക്തമായി വാദിച്ചില്ല. ഐ ഹേർഡ്, ഞാൻ കേട്ടു. ഐ ഹേർഡ് ദ വേർഡ് ഗിൽറ്റി, ഗിൽറ്റി എന്നാൽ കുറ്റക്കാരനായ എന്നാണ് അർത്ഥം. ഐ ഹേർഡ് ദ വേർഡ് ഗിൽറ്റി, കുറ്റക്കാരൻ എന്ന വാക്ക് ഞാൻ കേട്ടു. ഐ ഹേർഡ്, ഞാൻ കേട്ടു. ഐ ഹേർഡ് ലൈഫ് ഇൻ പ്രിസൺ, ജീവപര്യന്തം തടവ് എന്ന വാക്ക് ഞാൻ കേട്ടു. ഐ ഫെൽറ്റ് ദ ഫ്ലോർ, ഞാൻ തറയിലേക്ക് വീണു. ഐ വാസ് ഓൺലി 23 years ഓൾഡ്, എനിക്ക് വെറും 23 വയസ്സ് പ്രായം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ.
നോ വൺ ക്രൈഡ്, ഒരാളും കരഞ്ഞില്ല. നോ വൺ ഷൗട്ടഡ്, ആരും ആക്രോശിച്ചില്ല. നോ വൺ കെയർഡ്, ഒരാളും ഗൗനിച്ചില്ല. ദ ഗാർഡ്സ് ടുക്ക് മീ, ദ ഡോർസ് ക്ലോസ്ഡ്, ആൻഡ് മൈ ന്യൂ ലൈഫ് ബിഗാൻ. കാവൽക്കാർ എന്നെ ജയിലിലേക്ക് കൊണ്ടുപോയി, വാതിലുകൾ അടഞ്ഞു. അങ്ങനെ എൻ്റെ പുതിയ ജീവിതം ആരംഭിച്ചു. ബിഗാൻ എന്നാൽ തുടങ്ങി, ആരംഭിച്ചു. ന്യൂ ലൈഫ്, പുതിയ ജീവിതം. പ്രിസൺ വാസ് കോൾഡ്, ഡാർക്ക് ആൻഡ് ഫുൾ ഓഫ് സൈലൻസ്. ജയിൽ തണുപ്പും ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞതായിരുന്നു. കോൾഡ് എന്നാൽ തണുത്ത, ഡാർക്ക് എന്നാൽ ഇരുണ്ട, ഫുൾ ഓഫ് സൈലൻസ് എന്നാൽ നിശബ്ദത നിറഞ്ഞ. ഐ സാറ്റ് ഓൺ ദ ഫ്ലോർ, ഞാൻ തറയിൽ ഇരുന്നു. ആൻഡ് ക്രൈഡ്, കരഞ്ഞു. അൻറ്റിൽ എന്നാൽ അതുവരെ. അൻറ്റിൽ ഐ ഹാഡ് നോ മോർ ടിയേഴ്സ്, ഞാൻ നിലത്ത് ഇരുന്നു. കരയാൻ കണ്ണീർ പോലും ബാക്കിയില്ലാത്തതുവരെ ഞാൻ കരഞ്ഞു. കണ്ണുനീർ തീരുന്നതുവരെ ഞാൻ കരഞ്ഞു. മൈ സെൽ വാസ് സ്മോൾ, എൻ്റെ ജയിലറ ചെറുതായിരുന്നു. വിത്ത് വൺ ബെഡ്, ഒരു ബെഡോട് കൂടിയതായിരുന്നു, ചെറിയതായിരുന്നു. വൺ ടോയ്ലറ്റ്, എൻ്റെ മെറ്റൽ ഡോർ, ഒരു ഇരുമ്പിൻ്റെ വാതിലുള്ള ഒരു കിടക്ക മാത്രമുള്ള ഒരു ചെറിയ ജയിലറയായിരുന്നു. ഈച്ച് മോർണിംഗ്, ഓരോ ദിവസം രാവിലെയും. വി സ്റ്റൂഡ്, ഞങ്ങൾ നിന്നു. ഇനിയല്ലേ, ഒരു വരിയായിട്ട് ഞങ്ങൾ നിൽക്കും. ഗോട്ട് ബാഡ് ഫുഡ്, വളരെ മോശപ്പെട്ട ഭക്ഷണം ലഭിക്കും. ആൻഡ് സാറ്റ് ഇൻ സൈലൻസ്, നിശബ്ദതയോടെ ഇരിക്കും. എൻ്റെ ജയിൽ മുറി വളരെ ചെറുതായിരുന്നു. അതിലൊരു കിടക്കയും ഒരു ശൗചാലയവും ഒരു ഇരുമ്പ് വാതിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ വരിയിൽ നിന്നും മോശം ഭക്ഷണം വാങ്ങി നിശബ്ദമായി ഇരിക്കുമായിരുന്നു. സം നൈറ്റ്സ്, ചില രാത്രികളിൽ. ഐ ക്രൈഡ് അഗൈൻ, ഞാൻ വീണ്ടും കരഞ്ഞിരുന്നു. വെൻ നോ വൺ സോ, ഒരാളും കാണാത്ത സമയത്ത്. പല രാത്രികളിലും ഞാൻ വീണ്ടും കരഞ്ഞിരുന്നു. പക്ഷേ ഐ ഡിഡിൻറ്റ് ലൂസ് മൈസെൽഫ്, ഞാൻ എൻ്റെ മനക്കരുത്ത് നഷ്ടപ്പെടുത്തിയില്ല. ഇയേഴ്സ് പാസ്റ്റ്, വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഐ സ്റ്റോപ്ഡ് കൗണ്ടിങ് ദ ഡേയ്സ്, ദിവസങ്ങൾ എണ്ണുന്നത് ഞാൻ നിർത്തി. ദെൻ വൺ ഡേ, അങ്ങനെ ഒരു ദിവസം. സംതിങ് സ്ട്രേഞ്ച് ഹാപ്പൻഡ്, ഒരു വിചിത്രമായ അസാധാരണമായ കാര്യം സംഭവിച്ചു. ന്യൂ എവിഡൻസ് വാസ് ഫൗണ്ട്, ഒരു പുതിയ തെളിവ് കണ്ടെത്തി. എ ഹിഡൻ വീഡിയോ ഫ്രം എ നെയ്ബേഴ്സ് ഓൾഡ് സെക്യൂരിറ്റി ക്യാമറ, ഒരു പുതിയ തെളിവ് കണ്ടെത്തി. അയൽവാസിയുടെ പഴയ സുരക്ഷാ ക്യാമറയിൽ നിന്നുള്ള ഒരു മറഞ്ഞുകടന്ന വീഡിയോ കാണപ്പെട്ടു. അതിലൊരു പുതിയ തെളിവ് കണ്ടെത്തി. ഇറ്റ് ഷോഡ് സംവൺ എൽസ് നിയർ ദ ഹൗസ് ദാറ്റ് നൈറ്റ്, അതിൽ കാണിച്ചിരുന്നത് ഇതായിരുന്നു: മറ്റാരോ അന്നത്തെ ദിവസം രാത്രി ആ വീടിനടുത്ത് ഉണ്ടായിരുന്നു. വെൻ ദ ലോയർ സോ ഇറ്റ്, അഭിഭാഷകൻ അത് കണ്ട സമയത്ത്, ഹി ന്യൂ, അദ്ദേഹത്തിന് മനസ്സിലായി, ദ കേസ് ഹാഡ് ടു ബി റീഓപ്പൺഡ്. റീഓപ്പൺ എന്നാൽ പുനരാലോചന നടത്തുക എന്നുള്ള അർത്ഥമാണ്. ഈ കേസ് പുനരാലോചന നടത്തപ്പെടേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, അഭിഭാഷകന് മനസ്സിലായി. ദ ലോയർ ചെക്ക്ഡ് എവരിത്തിങ്, അഭിഭാഷകൻ എല്ലാം പരിശോധിച്ചു. ഈവൻ ദി എവിഡൻസ് ഫ്രം ദാറ്റ് നൈറ്റ്, ആ രാത്രിയിലെ തെളിവ് പോലും അദ്ദേഹം പരിശോധിച്ചു. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, സംതിങ് വാസ് റോങ്, എന്തോ ഒരു പിശക് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇറ്റ് ടുക്ക് മന്ത്സ്, അതിന് മാസങ്ങളെടുത്തു. വിത്ത് മെനി പേപ്പേഴ്സ്, ഒരുപാട് പേപ്പറുകൾ. മെനി മീറ്റിംഗ്സ്, ഒരുപാട് മീറ്റിങ്ങുകൾ. പക്ഷേ ആഫ്റ്റർ 12 ലോങ് ഇയേഴ്സ്, നീണ്ട 12 വർഷങ്ങൾക്കു ശേഷം, ദേ ഫൗണ്ട്, അവർ കണ്ടെത്തി, DNA ഓൺ ദ ബ്രോക്കൺ ഗ്ലാസ്. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം അവർ പൊട്ടിയ ഗ്ലാസ്സിൽ DNA കണ്ടെത്തി. ബ്രോക്കൺ ഗ്ലാസ് എന്നാൽ ഉടഞ്ഞ ഗ്ലാസ്. ഇൻസൈഡ് ദ ഹൗസ്, വീട്ടിനുള്ളിലെ ഉടഞ്ഞ ഗ്ലാസ്സിനുള്ളിൽ 12 വർഷങ്ങൾക്ക് ശേഷം, നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം അവർ DNA കണ്ടെത്തി. ദാറ്റ് DNA വാസ് ഇൻ മൈ, ആ DNA എൻ്റേത് അല്ലായിരുന്നു. ഇറ്റ് വാസ് സമ്മൺ എൽസ്, അത് മറ്റാരുടേതോ ആയിരുന്നു. സംവൺ ദ ഫാമിലി ന്യൂ, ആ കുടുംബം അറിയുന്ന മറ്റാരുടേതോ ആയിരുന്നു ആ DNA, അത് എൻ്റേത് അല്ലായിരുന്നു. ദേ റാൻ ദ ടെസ്റ്റ്, അവർ പരിശോധന നടത്തി. മാച്ച്ഡ് ഇറ്റ് വിത്ത് നെയിംസ് ആൻഡ് ഫൗണ്ട് ദ ട്രൂത്ത്, അവർ പരിശോധന നടത്തി, അത് എൻ്റെ പേരുമായി പൊരുത്തപ്പെടാത്ത സത്യം അവർ കണ്ടെത്തി. എ ഫ്രണ്ട് ഓഫ് ദ സൺ,
ഹീ ഹാഡ് പ്രോബ്ലംസ് വിത്ത് ഡ്രഗ്സ് ആൻഡ് മണി. അത് മകൻ്റെ ഒരു സുഹൃത്തായിരുന്നു. മയക്കുമരുന്ന് ഉപയോഗവും സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം അയാൾ ബുദ്ധിമുട്ടിലായിരുന്നു. ആ വ്യക്തിയുടേതായിരുന്നു ആ DNA. ഹി വാസ് ക്ലോസ് ടു ദ ഫാമിലി. അദ്ദേഹത്തിന് കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആഫ്റ്റർ ദ ക്രൈം, കുറ്റകൃത്യത്തിന് ശേഷം, ഹി ഡിസപ്പിയേർഡ്, അവൻ അപ്രത്യക്ഷനായി. ചേഞ്ച്ഡ് ഹിസ് നെയിം, അവൻ്റെ പേരു മാറ്റി. ആൻഡ് മൂവ്ഡ് അവേ, അവൻ അവിടെ നിന്നും പോയി കളഞ്ഞു. ആഫ്റ്റർ 12 ഇയേഴ്സ്, 12 വർഷങ്ങൾക്ക് ശേഷം, ഐ വാസ് ഫൈനലി ഫ്രീ, അവസാനം ഞാൻ ജയിൽ മോചിതയായി. ഐ സ്റ്റെപ്ഡ് ഔട്ട്സൈഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇയേഴ്സ്, വർഷങ്ങൾക്കു ശേഷം ഞാൻ ആദ്യമായി പുറത്തേക്കിറങ്ങി. നോ വൺ വെയിറ്റഡ് ഫോർ മീ, എനിക്കു വേണ്ടി ആരും കാത്തിരുന്നില്ല. നോ ഫാമിലി, ബന്ധുക്കളില്ല. നോ ഫ്രണ്ട്, സുഹൃത്തില്ല. ആരും തന്നെ എനിക്കു വേണ്ടി കാത്തിരുന്നില്ല. ഐ ഹാഡ് നോ ഹോം, എനിക്ക് വീടില്ലായിരുന്നു. നോ ഫോൺ ആൻഡ് നോ മണി. ഐ സോ, ഞാൻ കണ്ടു. എ സ്മോൾ ബേക്കറി, ഒരു റൊട്ടിക്കട വിൽക്കുന്ന കട ഞാൻ കണ്ടു. ദ വുമൺ ഇൻസൈഡ് ലുക്ക്ഡ് കൈൻഡ്, ആ കടയ്ക്കകത്തുണ്ടായിരുന്ന സ്ത്രീയുടെ മുഖത്ത് അനുകമ്പ പ്രകടമായിരുന്നു. സോ ഐ സെഡ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പ്ലീസ്, ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നുണ്ട്. ഐ ഹാവ് നോ മണി, എൻ്റെ പക്കൽ പണമില്ല. ഐ വോക്ക് ടു പാർക്ക്, ഞാൻ പാർക്കിലേക്ക് നടന്നു. ലുക്ക് ഫോർ വർക്ക്, ജോലി അന്വേഷിച്ച് നടന്നു. ആൻഡ് ആസ്ക് പീപ്പിൾ, ആളുകളോട് ചോദിച്ചു. ഇഫ് ദേ നീഡ് ഹെൽപ്പ്, അവർക്ക് സഹായത്തിന് ആരെങ്കിലും വേണോ എന്ന് ഞാൻ ചോദിച്ചു. മോസ്റ്റ് സെഡ് നോ, ഒട്ടുമിക്ക ആളുകളും പറഞ്ഞു നോ, വേണ്ട എന്ന് പറഞ്ഞു. സം ഇഗ്നോർഡ് മീ, ചില ആളുകൾ എന്നെ അവഗണിച്ചു. ബട്ട് ദെൻ, പക്ഷെ പിന്നീട്, എൻ ഓൾഡ് മാൻ സെഡ്, ഒരു പ്രായമായ പുരുഷൻ പറഞ്ഞു, കം ഹിയർ, ഇവിടെ വരൂ. യു ക്യാൻ ഹെൽപ്പ് മീ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാം. ഹീ ക്ലീൻ ദ പാർക്ക് എവറി ഡേ, അദ്ദേഹം എല്ലാ ദിവസവും പാർക്ക് വൃത്തിയാക്കിയിരുന്നു. ഹീ ഗേവ് മീ എ ബ്രൂം, ബ്രൂം എന്നാൽ ചൂൽ. അദ്ദേഹം എനിക്ക് ചൂൽ നൽകി. ആൻഡ് ഷോഡ് മീ ഹൗ ടു ക്ലീൻ, എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്ന് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. വി ക്ലീൻ ദ പാർക്ക് ടുഗദർ, ടുഗദർ എന്നാൽ ഒരുമിച്ച്. ഒരുമിച്ച് ഞങ്ങൾ പാർക്ക് വൃത്തിയാക്കി. ഹീ ഗേവ് മീ എ സാൻഡ്വിച്ച് ആൻഡ് സം കോയിൻസ്, അദ്ദേഹം എനിക്കൊരു സാൻഡ്വിച്ചും കുറച്ച് നാണയങ്ങളും നൽകി. ഹീ സെഡ്, അദ്ദേഹം പറഞ്ഞു, യു വർക്ക് ഹാർഡ്, നീ കഠിനമായി ജോലി ചെയ്തു. ഐ ലൈക്ക് ദാറ്റ്, ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. കം ടുമോറോ അഗെയിൻ, നാളെ വീണ്ടും വരിക. ആൻഡ് ഐ ഡിഡ് എവറി ഡേ ഫോർ വീക്സ് ക്ലീനിങ്, ആഴ്ചകളോളം ഞാൻ എല്ലാ ദിവസവും വൃത്തിയാക്കുന്ന ജോലി ചെയ്തു. വൺ ഡേ, ഒരു ദിവസം, ഹീ ടോൾഡ് മീ, അദ്ദേഹം എന്നോട് പറഞ്ഞു, എബൌട്ട് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ചെറിയ ആളുകളെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഹൂ മീറ്റ് ടു ഹെൽപ്പ് ഈച്ച് അതർ, ഈച്ച് അതർ എന്നാൽ പരസ്പരം. ഒരു ദിവസം പരസ്പരം സഹായിക്കാൻ ഒത്തുചേരുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഹീ ടുക്ക് മീ ദർ, അദ്ദേഹം എന്നെ അവിടേക്ക് കൊണ്ടുപോയി. ഐ മെറ്റ് അതർ പീപ്പിൾ, ഞാൻ മറ്റുള്ള ആളുകളെ കണ്ടുമുട്ടി. ഹൂ ഹാഡ് എ ഹാർഡ് ലൈഫ് ലൈക്ക് മൈൻ എന്നാൽ എൻ്റേതുപോലെ, എന്നെപ്പോലെ കഠിനമായ ജീവിതം നയിച്ചിരുന്ന മറ്റുള്ള ആളുകളെ ഞാൻ കണ്ടുമുട്ടി. സ്ലോലി, സാവധാനം, ഐ ഫൗണ്ട് ന്യൂ ഫ്രണ്ട്സ്, ഞാൻ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തി. ആൻഡ് പീപ്പിൾ ഹൂ ബിലീവ്ഡ് ഇൻ മീ, എന്നിൽ വിശ്വസിക്കുന്ന ആളുകളെയും ഞാൻ കണ്ടെത്തി. ദേ ഹെൽപ്ഡ് മീ, അവർ എന്നെ സഹായിച്ചു. ഫൈൻഡ് എ ന്യൂ ജോബ് ആൻഡ് എ പ്ലേസ് ടു ലിവ്. ദേ ഹെൽപ്ഡ് മീ ഫൈൻഡ് എ ന്യൂ ജോബ്, അവർ ഒരു പുതിയ ജോലി കണ്ടെത്താൻ എന്നെ സഹായിച്ചു. ആൻഡ് എ പ്ലേസ് ടു ലിവ്, താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്താനും അവർ എന്നെ സഹായിച്ചു. ഇറ്റ് വാസിൻറ്റ് ഈസി, അത് ലളിതമായിരുന്നില്ല. ഐ വാസ് നെർവസ് ആൻഡ് മെയ്ഡ് മിസ്റ്റേക്സ്, ഞാൻ ഭയപ്പെട്ടിരുന്നു, ഞാൻ തെറ്റുകൾ വരുത്തുകയും ചെയ്തിരുന്നു. അത് എളുപ്പമായിരുന്നില്ല. പക്ഷേ ഐ നെവർ സ്റ്റോപ്പ് ട്രൈങ്, പക്ഷെ ഞാൻ ശ്രമിക്കുന്നത് നിർത്തിയില്ല, ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മൈ ലൈഫ് ബിഗാൻ ടു ചേഞ്ച്, എൻ്റെ ജീവിതം മാറിമറിയാൻ തുടങ്ങി. കാരണം സംവൺ കെയർഡ് ആൻഡ് ഗേവ് മീ എ ചാൻസ്, ആരോ എന്നെ പരിഗണിക്കുകയും എനിക്കൊരു അവസരം നൽകുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ മാറ്റം ആരംഭിച്ചു. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങിയത്. ലൈഫ് ക്യാൻ ബി വെരി ഡാർക്ക്, ജീവിതം ചിലപ്പോൾ ഇരുണ്ടതായിരിക്കാം, ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. ആൻഡ് സംടൈംസ്
ഇറ്റ് ഫീൽസ് ലൈക്ക് തിങ്സ് വിൽ നെവർ ഗെറ്റ് ബെറ്റർ. ചിലപ്പോൾ ഇങ്ങനെ തോന്നിയേക്കാം, ഒരിക്കലും നല്ല നിലയിൽ കാര്യങ്ങൾ സംഭവിക്കുകയില്ല, ജീവിതം മെച്ചപ്പെടുകയില്ലെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്, ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പോലും, ഇരുണ്ട സമയങ്ങളിൽ പോലും തിങ്സ് ക്യാൻ ചേഞ്ച്, കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. ഇഫ് യു ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ഫെയ്ത്ത് എന്നാൽ വിശ്വാസം. ഇഫ് യു ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ആൻഡ് കീപ് ഹോപ്പ് അലൈവ്, പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷ ജീവിക്കുന്നുണ്ടെങ്കിൽ, ബെറ്റർ ഡേയ്സ് ക്യാൻ കം, നല്ല ദിവസങ്ങൾ വന്നു ചേർന്നേക്കാം. ദൈവത്തിൽ വിശ്വാസം പുലർത്തുകയും പ്രത്യാശ കൈവിടാതിരിക്കുകയും ചെയ്താൽ നല്ല ദിവസങ്ങൾ വന്നു ചേർന്നേക്കാം. ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രത്യാശ നിലനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ തീർച്ചയായും വരും.